വെൽക്കം ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്ലാസ്സസ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെർച്വലൈസേഷൻ ടെക്നിക്സ് ആണ്. വെർച്വലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്പും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വെർച്വലൈസേഷൻ ടെക്നിക്സ് മനസ്സിലാക്കാൻ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മുടെ OSന്റെ ഒരു റിംഗ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊന്നും മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് നോക്കാം. പ്രൊട്ടക്ഷൻ റിംഗ്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പം അതിൻ്റെ ഒരു റിംഗ് ആർക്കിടെക്ചർ ഉണ്ട്. റിംഗ് ആർക്കിടെക്ചർ മീൻസ് അതിൻ്റെ ഒരു നമ്മുടെ പ്രോഗ്രാംസ്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എവിടെയൊക്കെയാണ്, ഏത് ലെവലിലോ പ്രിവിലേജ് കൊടുക്കണം, അതിനനുസരിച്ച് എവിടെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് OS തീരുമാനിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ റിംഗ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ റിംഗ് സ്ട്രക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇമേജിൽ കാണുന്ന പോലെ നമ്മൾക്ക് 4 റിംഗ്സ് ഉണ്ട്. റിംഗ് 0 to 3. റിംഗ് 0 to 3. റിംഗ് 0 കണ്ടെയ്ൻസ് ദ പ്രോഗ്രാംസ് ദാറ്റ് ആർ മോസ്റ്റ് പ്രിവിലേജ്. റിംഗ് 0 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കേർണൽ എന്ന് നമ്മൾ അതിനെ പറയും. അഥവാ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. പക്ഷെ റിംഗ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രോഗ്രാം ദാറ്റ് ആർ ലീസ്റ്റ് പ്രിവിലേജ്ഡ്. വളരെ കുറച്ച് പ്രിവിലേജ് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക റിംഗ് 3യിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്യുന്നത് റിംഗ് 0യിലാണ്. മോസ്റ്റ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ്, ലീസ്റ്റ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻ ഓർ ലെസ് ട്രസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ്, OS ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് റിംഗ് 3യിലാണ്. ഓക്കെ, സോ റിംഗ് 0 ഹാസ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഫിസിക്കൽ റിസോഴ്സസ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആക്ച്വലി വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമ്മുടെ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണല്ലോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഈ ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ റിംഗ് 0ക്കാണ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് വരുന്നത്. ഫിസിക്കൽ റിസോഴ്സിന് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് നമ്മൾ വരുന്നത്. അഥവാ മോസ്റ്റ് എല്ലാ അധികവും കമ്പാരറ്റീവ്ലി മറ്റു റിംഗ്സിനെ അപേക്ഷിച്ച് കൂടുതൽ ആക്സസിബിലിറ്റി ടു ഫിസിക്കൽ റിസോഴ്സ് വരുന്നത് റിംഗ് 0ക്കാണ്. നമ്മൾ പറഞ്ഞു റിംഗ് 3 എന്ന് പറഞ്ഞാൽ അൺട്രസ്റ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ അധികം റിംഗ് 3യിൽ വരിക. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഫിസിക്കൽ റിസോഴ്സസ്, ഓൾമോസ്റ്റ് നോ എന്ന് പറയാം, അല്ലെങ്കിൽ വെരി റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഫിസിക്കൽ റിസോഴ്സസ് ആണ് നമ്മുടെ റിംഗ് 3യിൽ വരുന്നത്. ഓക്കെ, ഇനി റിംഗ് 1 and 2 എന്തിനാണ്? നമ്മുടെ ഡിവൈസ് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന റിംഗ്സ് ആണ്. അങ്ങനെ 4 റിംഗ്സിലാണ് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് റെസ്ട്രിക്ഷൻസ് ടു ഫിസിക്കൽ റിസോഴ്സസിന്റെ ആ ഒരു വാല്യൂവിനനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 4 റിംഗ് ആക്കി മാറ്റാം. ദാറ്റ് ഈസ് റിംഗ് 0 to റിംഗ് 3. റിംഗ് 0 കേർണലാണ്, 1, 2 ഇസ് ഫോർ ഡിവൈസ് ഡ്രൈവേഴ്സ് ആൻഡ് 3 ഇസ് ഫോർ വെരി ലീസ്റ്റ് പ്രിവിലേജ്ഡ് ആൻഡ് അൺട്രസ്റ്റഡ് OS ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇനി വെർച്വലൈസേഷൻ പറയുമ്പോൾ നമ്മൾ ഈ റിംഗ് സ്ട്രക്ചർ പറയും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വി ആർ നൗ ഗോയിങ് ടു ദ വെർച്വലൈസേഷൻ ടെക്നിക്സ്. നമുക്കറിയാം വെർച്വലൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ബൈ യൂസിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ നമുക്കൊരു ഗസ്റ്റ് OS ഉണ്ടായിരിക്കും, ഹോസ്റ്റ് OS ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഹൈപ്പർവൈസർ എവിടെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക, ഗസ്റ്റ് OS എങ്ങനെയായിരിക്കും നമ്മുടെ ഹോസ്റ്റ് OSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഗസ്റ്റ് OSന്റെ കേർണൽ എവിടെയായിരിക്കും എന്നതിന്റെ ബേസിലൊക്കെയാണ് നമ്മളുടെ ആ ഒരു വെർച്വലൈസേഷൻ ടെക്നിക്സ് തന്നെ വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഹൈപ്പർവൈസർ വിൽ റൺ ഇൻ ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് ലെവൽ. എവിടെയാണോ ഹൈപ്പർവൈസർ അതായിരിക്കണം മോസ്റ്റ് പ്രിവിലേജ്ഡ് വൺ കമ്പയർഡ് ടു ദ ലെവൽ ഓഫ് ഗസ്റ്റ് OS. നമ്മൾ ഗസ്റ്റ് OS ഏത് ലെവലിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനേക്കാൾ മോസ്റ്റ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള റിംഗിലായിരിക്കണം നമ്മുടെ ഹൈപ്പർവൈസർ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അഥവാ നമ്മുടെ റിംഗ് 1ലാണ് ഗസ്റ്റ് OS കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും റിംഗ് 2ല് നമ്മൾ ഹൈപ്പർവൈസർ കൊണ്ടുവിടാൻ പാടില്ല. ദാറ്റ് ഈസ് പ്രിവിലേജിന്റെ മുൻഗണനയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് 1നേക്കാളും മുൻഗണന ഉള്ളത് അല്ലെങ്കിൽ പ്രിവിലേജ് ഉള്ളത് എന്തിനാണ്? 0ക്കാണ്. അപ്പൊ 0യിലായിരിക്കണം ഹൈപ്പർവൈസർ വരേണ്ടത്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ ടെക്നിക്സ്. നമ്മൾ വെർച്വലൈസേഷൻ ടെക്നിക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ദ ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ ടെക്നിക്സ് മെയിൻലി 4 ടൈപ്സ് ഉണ്ട്. നമ്മൾ വെർച്വലൈസേഷൻ ടെക്നിക്സ് നോക്കുമ്പോൾ പല രീതിയിൽ കാണാം. ചിലടത്ത് 3 വെർച്വലൈസേഷൻ ടെക്നിക്സ് കാണാം, ചിലടത്ത് 4 എന്ന് പറയാം. കാരണം എനിവേ ടോട്ടൽ നോക്കുമ്പം എന്തൊക്കെ ടൈപ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഇസ് ഫുൾ വെർച്വലൈസേഷൻ, സെക്കൻഡ് വൺ ഇസ് പാരാ വെർച്വലൈസേഷൻ ഓർ OS അസിസ്റ്റഡ് വെർച്വലൈസേഷൻ,
hybrid virtualization and OS level virtualization. Mainly 4 types are there: full virtualization, para, hybrid and OS level. അപ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഫുൾ വെർച്വലൈസേഷൻ. ഫുൾ വെർച്വലൈസേഷൻ പേര് തന്നെ ഉണ്ട്. ഫുൾ വെർച്വലൈസേഷൻ വെർച്വലൈസേഷൻ ടെക്നിക്സ് ദാറ്റ് സിമുലേറ്റ് an entire physical computer including its hardware components to create multiple virtual machines that run independently on a single physical host. അപ്പം നമുക്കിവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ടായിരിക്കും. ആ ഹാർഡ്വെയറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റ് OSും ഉണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ പറയുന്നത് ഫുൾ വെർച്വലൈസേഷൻ മീൻസ് ഇറ്റ് സിമുലേറ്റ്സ് ദ എൻറ്റയർ ഫിസിക്കൽ കമ്പ്യൂട്ടർ. ഈ ഒരു വെർച്വലൈസേഷൻ മൊത്തം നമ്മൾ എൻറ്റയർ ഫിസിക്കൽ കമ്പ്യൂട്ടർ മൊത്തമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു കൺസെപ്റ്റിലാണ് ഗസ്റ്റ് OS കാണുക. അഥവാ ഈ ഒരു നമ്മൾക്കിപ്പോൾ ഒരുപാട് വെർച്വൽ മെഷീൻസ് ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരു വെർച്വൽ മെഷീൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു വെർച്വൽ മെഷീൻ ഉണ്ടായിരിക്കാം, ഇതൊരു അനദർ വെർച്വൽ മെഷീനാണ്. ഇതിന്റെ ഗസ്റ്റ് കേണൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഹാർഡ്വെയർ ഞാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ആരും ഷെയർ ചെയ്യുന്നില്ല, ഒരു വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലല്ല വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇത് ഹാർഡ്വെയറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ഹൈപ്പർവൈസർ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല, നമുക്ക് മീൻസ് ഗസ്റ്റ് കേണലിന് അറിയില്ല. പക്ഷേ ഈ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഈ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഹൈപ്പർവൈസറായിട്ട് ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ഇന്ററപ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഒരു ഇമുലേറ്റ് മീൻസ് നമ്മൾ അതിനെ അനുകരിക്കുന്ന പോലെ, അഥവാ ഇങ്ങനെ ഒരു ഫുൾ കമ്പ്യൂട്ടർ ഈ ഗസ്റ്റ് കേണലിന് അനുകരിച്ച് കൊടുക്കുന്ന പോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് ആക്ച്വലി ഫുൾ വെർച്വലൈസേഷന്റെ കൺസെപ്റ്റ്. ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് അൺഅവെയർ ദാറ്റ് ഇറ്റ് ഈസ് റണ്ണിങ് ഇൻ എ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റ്. ഗസ്റ്റ് കേണലിന് അറിയില്ല ഞാനൊരു വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഹാർഡ്വെയർ ഏതൊക്കെയോ വെർച്വൽ മെഷീൻസിനെ കോണ്ടാക്ട് ഉണ്ട്, അവരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, അവർക്കും ഈ ഒരു വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, അത് ഗസ്റ്റ് കേണലിന് അറിയില്ല. നോർമലി ഈ ഗസ്റ്റ് കേണലിൽ ഈ ഒരു ഹാർഡ്വെയർ എങ്ങനെയാണോ OS കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ഈ ഹാർഡ്വെയർ ഇവിടെയുള്ള ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് ഹൈപ്പർവൈസറിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇയാൾ അറിയാതെ ഒരു കള്ളത്തരം കാണിച്ചിട്ട് കറക്റ്റ് ഒരു ഫുൾ കമ്പ്യൂട്ടർ, ഫുൾ ഫിസിക്കൽ കമ്പ്യൂട്ടർ സിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ ഗസ്റ്റ് കേണലിന് കൊടുക്കും. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ ഫുൾ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെർച്വലൈസേഷൻ എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വെർച്വൽ മെഷീൻസിന്റെ ഗസ്റ്റ് OSനും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് അപ്പോൾ ഒരു ഹൈപ്പർവൈസർ ലെയർ ഉണ്ടായിരിക്കും. നമുക്കറിയാം ഹൈപ്പർവൈസർ ഓൾസോ നോൺ ആസ് വെർച്വൽ മെഷീൻ മോണിറ്റർ വിച്ച് സിറ്റ്സ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ഹാർഡ്വെയർ ആൻഡ് ദ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ആ ഹൈപ്പർവൈസർ ആണ് നമ്മൾ ആ ഒരു വെർച്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഗസ്റ്റ് കേണലിന് കൊടുക്കുന്നത്. ഐസൊലേഷൻ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വെർച്വൽ മെഷീനും അതിന്റെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എനിക്ക് മാത്രമാണ് ഈ ഹാർഡ്വെയർ എന്ന ബേസിലാണ് ഇത് വർക്ക് ചെയ്യപ്പെടുന്നത്, വേറൊരു വെർച്വൽ മെഷീൻ ഉണ്ട് എന്ന കൺസെപ്റ്റിലല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ. VM run its own instance of the guest operating system which cannot interfere with other VMs. ഓക്കെ, അതാണ് ഈ ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ ഈ പോപ്പുലർ ഹൈപ്പർവൈസർ ഫോർ ഫുൾ വെർച്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് VMware, vSphere, ESXi, മൈക്രോസോഫ്റ്റ് Hyper-V and Oracle VirtualBox. ഇതൊക്കെ ഫുൾ വെർച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള ഹൈപ്പർവൈസറിന്റെ എക്സാമ്പിൾ ആണ്. സോ നമ്മൾ ഫുൾ വെർച്വലൈസേഷൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് അൺഅവെയർ ഓഫ് ദ വെർച്വലൈസേഷൻ പ്രോസസ് അല്ലെ. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു മോഡിഫിക്കേഷനും വരുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ VM സിമുലേറ്റ്സ് ഹാർഡ്വെയർ ടു അലോ എൻ അൺമോഡിഫൈഡ് ഗസ്റ്റ് OS ടു ബി റൺ ഇൻ ഐസൊലേഷൻ. അൺമോഡിഫൈഡ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സോ നമുക്ക് ഇനി പറയാം ദർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് ഫുൾ വെർച്വലൈസേഷൻ. ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ ആൻഡ് ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ. ആക്ച്വലി ഫുൾ വെർച്വലൈസേഷൻ കൺസെപ്റ്റ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം കൊണ്ട് നമുക്ക് അതിനെ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആൻഡ് ഹാർഡ്വെയർ അസിസ്റ്റഡ് എന്നുള്ള 2 രീതിയിലേക്ക് മാറ്റി പറയാൻ പറ്റും. 2 കേസിലും എന്താണ്, OS മോഡിഫൈഡ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ ആദ്യം നോക്കാം. അതിന് നമ്മൾ ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയും. ബൈനറി ട്രാൻസ്ലേഷൻ, നമ്മൾ ബൈനറി ട്രാൻസ്ലേഷൻ ഫുൾ വെർച്വലൈസേഷൻ എന്നൊക്കെ ചില ബുക്കിലൊക്കെ കാണാം. ചില ബുക്കിൽ ബൈനറി ട്രാൻസ്ലേഷൻ തന്നെ ഒരു ടൈപ്പ് ഓഫ് വെർച്വലൈസേഷൻ ആയിട്ട് കാണാം കേട്ടോ.
It is completely reliance on binary translation to trap and virtualize the execution of sensitive non-virtualizable instruction set. നമ്മൾ പറഞ്ഞു അൺമോഡിഫൈഡ് OS ആണ്, അതുകൊണ്ട് തന്നെ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലേക്ക് വേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിട്ടാവില്ല ഗസ്റ്റ് OS കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഗസ്റ്റ് OS വിചാരിച്ചിരിക്കുന്ന എന്താ, എനിക്ക് മാത്രമായിട്ടുള്ള ഒരു ഹാർഡ്വെയർ ആണ് ഇവിടെ ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇൻസ്ട്രക്ഷനുമായിട്ടാണ് ഗസ്റ്റ് OS അപ്രോച്ച് ചെയ്യുക. പക്ഷേ അഥവാ നോൺ വെർച്വലൈസബിൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്, വെരി സെൻസിറ്റീവ് ഓൾസോ. അപ്പൊ അത് നമ്മൾ ഹൈപ്പർവൈസർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു ബൈനറി ട്രാൻസ്ലേഷൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയാം? അഥവാ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സെറ്റിനെ വേറൊരു ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പൊ ഇത് സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷന്റെ ഒരു എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇത് വെർച്വൽ PC, വെർച്വൽ ബോക്സ്, VMware സെർവർ എല്ലാം സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു ആ ഒരു റിംഗ് സ്ട്രക്ചർ പറയാൻ കാരണം ഇതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഗസ്റ്റ് OSന്റെ ആ ഒരു പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സിസ്റ്റം ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടെ റിംഗ് 3 നമ്മുടെ യൂസർ ആപ്ലിക്കേഷൻ, റിംഗ് 2 അനദർ ഡിവൈസ് ഡ്രൈവേഴ്സ് അങ്ങനെ എന്തെങ്കിലും അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഗസ്റ്റ് OS കിടക്കുന്നത് റിംഗ് 1 ദെൻ ദ ഹൈപ്പർവൈസർ കിടക്കുന്നത് റിംഗ് 0 നമ്മൾ എപ്പോഴും പറഞ്ഞു ഹൈപ്പർവൈസർ മോസ്റ്റ് പ്രിവിലേജ് ലെവൽ ആയിരിക്കണം വെൻ കമ്പയർഡ് ടു ദ റിംഗ് ഇൻ ദ റിംഗ് ഓഫ് ദ ഗസ്റ്റ് OS. അപ്പൊ ഇവിടെ ഇത് റിംഗ് 1 ഇത് റിംഗ് 0 അപ്പോൾ നമ്മൾ യൂസർ ആപ്ലിക്കേഷൻ പക്ഷെ റിംഗ് 3 ഈ ഒരു ഹാർഡ്വെയറിനെ കോൺടാക്ട് ചെയ്യുന്നത് നോൺ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിരിക്കും. പക്ഷെ ഈ ഹാർഡ്വെയറിന് മനസ്സിലാണെങ്കിൽ ദർ ഷുഡ് ബി എ ബൈനറി ട്രാൻസ്ലേഷൻ. ഓക്കെ, the guest OS is placed on a higher ring and the kernel code is translated by the hypervisor. ആ കേർണൽ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈപ്പർവൈസർ ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. പക്ഷെ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യും, ഗസ്റ്റ് കേർണൽ ഇങ്ങനെയാണ് അവർ വരുന്നത് വർക്കിംഗ്. അഥവാ നമ്മുടെ യൂസർ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യണം എന്നുള്ളത് ഗസ്റ്റ് OS VM മാനേജർക്ക് കൊടുക്കും. പക്ഷേ ഈ VM മാനേജർ മീൻസ് ദാറ്റ് ഹൈപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റിംഗ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ടു ദ അനദർ ഇൻസ്ട്രക്ഷൻ സെറ്റ്, നമ്മുടെ ഹാർഡ്വെയറിന് റൺ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ബൈനറി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ ഓർ ബൈനറി ട്രാൻസ്ലേഷൻ. ഇനി ഹാർഡ്വെയർ അസിസ്റ്റഡിലാണെങ്കിൽ അവിടെ ആ ഒരു ബൈനറി ട്രാൻസ്ലേഷൻ എന്നില്ല. അതുകൊണ്ടാണ് ഹാർഡ്വെയർ അസിസ്റ്റഡ് മീൻസ് ആക്ച്വൽ ഫുൾ വെർച്വലൈസേഷൻ വരുന്നത് ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷനിലാണ് കേട്ടോ. They were directly interrupt with the hardware using the virtualization technology which has been integrated on x86 processors since 2005. 8086 processor 2005 തൊട്ടിട്ട് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഫുൾ വെർച്വലൈസേഷൻ അത്രയും ആ പ്രൊസസ്സറിനൊക്കെ നമുക്ക് ഫുൾ വെർച്വലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. So the guest OS instructions might allow a virtual context execute privileged instructions directly on the processor even though it is virtualized. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ഇമേജ് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഈ ഹാർഡ്വെയർ അസിസ്റ്റഡിലെ ഗസ്റ്റ് OS കിടക്കുന്നത് റിംഗ് 0 അതുകൊണ്ട് തന്നെ ഇത് കേർണലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കേർണലിലുള്ളതാണല്ലോ മോസ്റ്റ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ടു ദ ഹാർഡ്വെയർ വരുന്നത്. അപ്പൊ ഗസ്റ്റ് OS ഇത് എനിക്ക് മാത്രമുള്ള ഹാർഡ്വെയർ ആണ് എന്ന ബേസ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യും. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇൻ ദ റൂട്ട് മോഡ് ദർ ഇസ് എൻ ഹൈപ്പർവൈസർ. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പർവൈസർ ഈ OS റിക്വസ്റ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് ബൈനറി ട്രാൻസ്ലേഷന്റെ ആവശ്യമൊന്നുമില്ല. കാരണം റിംഗ് 0 തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്, അഥവാ പ്രിവിലേജ്ഡ് ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് ബൈനറി ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. പക്ഷെ അത് ട്രാപ്പ് ചെയ്തിട്ട് ഹൈപ്പർവൈസർ ഇതിനെ അങ്ങ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആണ് ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ. അപ്പൊ ഇവിടെ ഹൈപ്പർവൈസർ കിടക്കുന്നത് റൂട്ട് മോഡിലാണ്. അഥവാ റിംഗ് 0 പ്രിവിലേജ്ഡ് ലെവലാണ് റൂട്ട് മോഡ്. നമ്മൾ ചിലപ്പോഴൊക്കെ റൂട്ട് മോഡിൽ അല്ലെങ്കിൽ സേഫ് മോഡിൽ റൺ ചെയ്യില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് മോഡാണ് ഈ റൂട്ട് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ. സോഫ്റ്റ്വെയർ അസിസ്റ്റഡില് റിംഗ് 1 ഗസ്റ്റ് OS ഉള്ളത്, റിംഗ് 0 VM മാനേജർ ഉണ്ട്. സോ ഗസ്റ്റ് OSന്റെ ഇൻസ്ട്രക്ഷൻസ് VM മാനേജർ ബൈനറി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഹാർഡ്വെയർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഫുൾ വെർച്വലൈസേഷൻ ദാറ്റ് മീൻസ് ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷനിൽ ഗസ്റ്റ് OS കിടക്കുന്നത് റിംഗ് 0 അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ നീഡ് ഓഫ് ബൈനറി ട്രാൻസ്ലേഷൻ ഇൻ ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷൻ.
ഇനി നമുക്ക് പാരാ വെർച്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ പാരാ വെർച്വലൈസേഷൻ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ഫുൾ വെർച്വലൈസേഷൻ. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു സിമുലേറ്റ് ദ ഹാർഡ്വെയർ ഫോർ ദ VMs. ഇത് നമ്മൾ അതിനെ സിമുലേറ്റ് ചെയ്യാണ്, അഥവാ നമ്മൾ അതിനെ എന്താ അനുകരിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലൊന്നല്ല, പക്ക നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഓരോ വെർച്വൽ മെഷീനെയും വെറുതെ പറ്റിക്കുന്നുണ്ട്. പക്ഷെ പാരാ വെർച്വലൈസേഷൻ അങ്ങനെയല്ല, ആള് നീറ്റാണ്. ഞാനൊരു വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഹാർഡ്വെയർ പല വെർച്വൽ മെഷീൻസും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരാളാണ് പാരാ വെർച്വലൈസേഷൻ. ഓക്കെ, ദ ഹൈപ്പർവൈസ് ഇസ് ഇൻസ്റ്റാൾഡ് ഓൺ എ ഫിസിക്കൽ സെർവർ ഹോസ്റ്റ് ആൻഡ് ദ ഗസ്റ്റ് OS is installed into the environment. So the virtual guests are aware that it has been virtualized, unlike the full virtualization. അതാണ് ഏറ്റവും വലിയ ഡിഫറൻറ്റ് കേട്ടോ. ഇറ്റ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് കുറവാന്ന് നമുക്ക് പറയാം, കാരണം നമ്മളൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. മറ്റേ നമ്മളത് വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലല്ല എന്നത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുറെ എക്സ്ട്രാ വർക്ക് നമ്മുടെ ഫുൾ വെർച്വലൈസേഷനിൽ വരുന്നുണ്ട്. പക്ഷെ പാരാ വെർച്വലൈസേഷൻ അതിൽ വരുന്നില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗസ്റ്റ് OS മോഡിഫൈ ചെയ്യപ്പെടണം. കാരണം എന്താണ്, നമ്മൾ ഗസ്റ്റ് OS ഒരു വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പൊ ഈ ഗസ്റ്റ് OS ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ആ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടാണ് ഈ ഹൈപ്പർവൈസറുമായിട്ട് ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇമേജ് വെച്ച് നോക്കാം നമുക്ക്. പാരാ വെർച്വലൈസേഷൻ മോഡിഫൈഡ് ഗസ്റ്റ് കേണലാണ്. അത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പർവൈസർ ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർ കോൾ എന്ന് പറയുന്നത്. ദെൻ ദ ഹൈപ്പർവൈസർ ഈസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹാർഡ്വെയർ ആൻഡ് ദ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെയാണ് പാരാ വെർച്വലൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി യൂസർ അപ്ലിക്കേഷൻ റിംഗ് 3 റിംഗ് 0 പാരാ വെർച്വലൈസ്ഡ് ഗസ്റ്റ് OS. ദാറ്റ് മീൻസ് മോഡിഫൈഡ് ഗസ്റ്റ് OS. അപ്പം നമ്മൾ യൂസർ റിക്വസ്റ്റ് ഇങ്ങോട്ട് ഗസ്റ്റ് OS വരും. അപ്പൊ ഗസ്റ്റ് OS എന്ത് ചെയ്യും, അതിന്റെ താഴെയായിരുന്നു നമ്മുടെ വെർച്വലൈസേഷൻ ലെയർ ഉണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് ഹൈപ്പർവൈസർ ഉണ്ടായിരിക്കുക. അത് ഇയാൾക്ക് അറിയാം ഇവിടെ ഒരു ഹൈപ്പർവൈസർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ there is an hyper calls to the virtualized layer substitute non-virtualizable OS instructions. നോർമലി ഫുൾ വെർച്വലൈസേഷനിൽ എന്താ ചെയ്യുന്നത്, നോൺ വെർച്വലൈസ്ഡ് OS ഇൻസ്ട്രക്ഷൻ അല്ല, അഥവാ വെർച്വലൈസേഷൻ അവർ അറിയുന്നില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ നോൺ വെർച്വലൈസ്ഡ് OS ഇൻസ്ട്രക്ഷൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ ബൈനറി ട്രാൻസ്ലേഷൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വെർച്വലൈസ്ഡ് ലെയറിലേക്ക് നോർമലി ഒരു ഹൈപ്പർ കോൾ കൊടുത്തിട്ട് ഹൈപ്പർവൈസറുമായിട്ട് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഗസ്റ്റ് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹോസ്റ്റ് യൂസിങ് ദ ഡ്രൈവേഴ്സ്. ഹൈപ്പർവൈസറുമായിട്ട് ത്രൂ ദ ഡ്രൈവേഴ്സ് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ സെൻ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഇനി സെന്റെ വർക്കിംഗ് ഒക്കെ ലേറ്റർ നോക്കാം. IBM LPAR Oracle VM ഫോർ സ്പാർസി Oracle VM ഫോർ 886 x86 എല്ലാം പാരാ വെർച്വലൈസേഷന്റെ എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോ നമുക്ക് ഒന്നും കൂടെ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഫുൾ വെർച്വലൈസേഷൻ മീൻസ് ഗസ്റ്റ് OSന് അറിയില്ല, അവർ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡ്രൈവറായിട്ട് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് പോലെ കറക്റ്റ് അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഇത് എനിക്കുള്ളതാണ് എന്ന ബേസിൽ. ഓക്കെ, പക്ഷേ ഹൈപ്പർവൈസർ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ഈ ഹാർഡ്വെയറും ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഹൈപ്പർവൈസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്കൊരു ഇമുലേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ഇയാൾക്ക് മാത്രമുള്ള ഹാർഡ്വെയർ ആണ്, നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്ന് ഈ ഗസ്റ്റ് OSന് കൊടുക്കുന്നു, ഈ ഗസ്റ്റ് OSന് കൊടുക്കുന്നു, ഈ ഗസ്റ്റ് OSന് കൊടുക്കുന്നു. ഈ 3 പേരും ഐസൊലേറ്റ് ചെയ്താൽ നിൽക്കുന്നത്. 3 പേർക്കും അറിയില്ല നമ്മൾ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വി ക്യാൻ മോഡിഫൈ ദ ഗസ്റ്റ് OS ബൈ യൂസിങ് ദ ഡ്രൈവർ. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഹൈപ്പർവൈസറുമായിട്ട് ഹൈപ്പർ കോൾ കൊടുത്തിട്ട് അതിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്കും അറിയാം ഞാൻ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഇയാൾക്കും അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബേസിലുള്ള മോഡിഫൈഡ് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങോട്ട് കൊടുക്കപ്പെടണം. അതുകൊണ്ടാണ് ഇവിടെ ഗസ്റ്റ് OSനെ മോഡിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ 2 നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അടുത്ത ടെക്നിക്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെർച്വലൈസേഷൻ ആണ്. പേര് തന്നെയുണ്ട് ഹൈബ്രിഡ് മീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ച ഈ ഫുള്ളും പാരയും കൂടെ നമ്മൾ കൂട്ടിക്കുഴച്ച് വെക്കുന്നു. Okay, in the hardware assisted full virtualization, the guest OS are unmodified and many VM traps occurs and thus high CPU overhead which limits the scalability. നേരത്തെ പറഞ്ഞു നമ്മൾ ഹാർഡ്വെയർ അസിസ്റ്റഡില് ഗസ്റ്റ് OSന് അറിയില്ല വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ ഒരു ഓവർ ഹെഡ് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ CPU-ന് അത് മറച്ചു വെച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓവർ ഹെഡ് വരുന്നുണ്ട്. പക്ഷെ
Para-virtualization is a complex method where guest kernel need to be modified. അതാണ് ഫുൾ വെർച്വലൈസേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതാന്ന് പറയാം, നമ്മൾ സി പി യുവിന് ഓവർ ഹെഡ് കൊടുക്കുന്നു ബിക്കോസ് അൺമോഡിഫൈഡ് ആണ് നമ്മുടെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണെന്ന് അയാൾക്ക് അറിയാനും പാടില്ല. പക്ഷെ പാരാ വെർച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗസ്റ്റ് ഓയസിനെ തന്നെ മോഡിഫൈ ചെയ്യണം. അപ്പൊ അവിടെയും ഒരു കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്കിത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് രണ്ടിന്റെയും കോംപ്ലക്സിറ്റി ഒന്ന് മാറ്റി നിർത്തി രണ്ടിന്റെയും അഡ്വാൻറ്റേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഹൈബ്രിഡ് വെർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഫുള്ളും പാരയും കൂടെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും പല എന്റർപ്രൈസസിനും വേണ്ടിയിട്ട്. ആ ഒരു വെർച്വലൈസേഷൻ ടെക്നിക്സിനാണ് നമ്മൾ ഹൈബ്രിഡ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ വെർച്വലൈസ്ഡ് വിത്ത് PV ഡ്രൈവേഴ്സ് എന്ന് പറയും. ഹാർഡ്വെയർ വെർച്വലൈസ്ഡ് വിത്ത് പാരാ വെർച്വലൈസേഷൻ ഡ്രൈവേഴ്സ്, അഥവാ രണ്ടും കൂടിയുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാനത് നെറ്റിൽ നിന്ന് എടുത്താണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മുടെ ഹാർഡ്വെയർസ് ആണ്, അതിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ Xen ഹൈപ്പർവൈസർ യൂസ് ചെയ്യുന്നു. നമ്മുടെ ഹൈപ്പർവൈസർ എക്സാമ്പിൾ ആണ് വെർച്വൽ മെഷീൻ മോണിറ്റർ. എന്നിട്ട് ഇതിലിപ്പോൾ നമ്മൾ ഇത് മോഡിഫൈഡ് വെർച്വലൈസേഷൻ ആണ്, ദാറ്റ് മീൻസ് നമ്മളെ പാരാ വെർച്വലൈസേഷൻ ആണ്. ഇത് അൺമോഡിഫൈഡ് ആണ്, ദാറ്റ് മീൻസ് നമ്മുടെ ഫുൾ വെർച്വലൈസേഷൻ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, പാരാ വെർച്വലൈസേഷനും ഹാർഡ്വെയർ അസിസ്റ്റഡ് ഫുൾ വെർച്വലൈസേഷനും ഒക്കെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഹൈബ്രിഡ് വെർച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഒറാക്കിൾ VM4 x86 നമുക്ക് ഹൈബ്രിഡിൽ യൂസ് ചെയ്യാം, ഹൈബ്രിഡ് യൂസ് ചെയ്യാം. Xeനും ഇതെല്ലാം നമ്മുടെ ഹൈബ്രിഡ് വെർച്വലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇനി OS ലെവൽ എന്ന് പറയുമ്പം ആക്ച്വലി വെർച്വലൈസേഷൻ ടെക്നിക്സ് ആണെന്ന് ചിലപ്പം പറയാൻ പറ്റില്ല. നമ്മളെ ഇതുവരെ പറഞ്ഞതിന് നമ്മൾ സെർവർ വെർച്വലൈസേഷൻ ടെക്നിക്സ് ആണെന്ന് പറയാം. നമ്മുടെ ഫുള്ളും പാരയും അഥവാ ആക്ച്വൽ വെർച്വലൈസേഷൻ നടക്കുന്നുണ്ട് അവിടെ. നമ്മൾ OSനെ നമ്മൾ പല രീതിയിൽ ഹാർഡ്വെയറിന് ഷെയർ ചെയ്യപ്പെട്ടിട്ട് ഒരു ഫുൾ വെർച്വൽ മെഷീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ മെയിനായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറൈസേഷൻ ആണ്. കണ്ടെയ്നറൈസേഷൻ OS level virtualization does not use a hypervisor and does not apply a host guest paradigm. Instead, it utilizes a process called containerization, which creates multiple user space instances, that means containers or virtual environments through a kernel in the OS. നമ്മൾ കുറച്ച് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കി വെക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള അഥവാ ഷെയർ ചെയ്യപ്പെടാവുന്ന. അത് നമ്മളിപ്പോൾ കുറെ ആൾക്കാർ കുറച്ച് സാധനം മേടിച്ചു വെച്ചു, അത് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ കൊടുക്കുക. അപ്പൊ ആ കണ്ടെയ്നറിലുള്ള സാധനമൊക്കെ ആ കണ്ടെയ്നർ ഞാൻ വിലയ്ക്ക് മേടിക്കുകയാണെങ്കിൽ പേ ചെയ്യുകയാണെങ്കിൽ ആ കണ്ടെയ്നറിലുള്ള കാര്യം എനിക്ക് യൂസ് ചെയ്യാം. അല്ലാതെ എനിക്ക് ഒരു വെർച്വലൈസ്ഡ് എൻവയോൺമെന്റിലാണ് അങ്ങനെയല്ല. എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ കുറച്ച് ചോദിച്ചു, അവർ തന്നു. ആ ഒരു കൺസെപ്റ്റ് അതുകൊണ്ടാണ് അതിന് OS ലെവൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ OS ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. Kernels and the operating system can have different versions of OS from the host. ഈ ഒരു വെർച്വലൈസേഷനിൽ നമ്മുടെ കേർണൽ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ഗസ്റ്റ് OS എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹോസ്റ്റ് എന്ന പാരഡൈം അല്ല. നമ്മള് ഒരു ക്ലയന്റിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഈ കണ്ടെയ്നറൈസേഷൻ വെക്കുന്ന ഒരു സിസ്റ്റത്തിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അത് ഡിഫറെന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ നമ്മുടെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഗസ്റ്റ് മീൻസ് നമ്മുടെ ക്ലയന്റിന്റെ അടുത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ കയ്യിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം can have different versions of operating system. Okay, അപ്പൊ ഇതിൽ പറയുന്നത് നമ്മുടെ in this virtualization kernel and the operating system, kernel കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലയന്റ് സൈഡിലുള്ള ഗസ്റ്റ് ഹോസ്റ്റ് പാരഡൈം അല്ല. നമ്മൾ ക്ലയന്റിന്റെ അടുത്തുള്ള ആ ഒരു കേർണലും മറ്റേ ഹോസ്റ്റ് അഥവാ ഇത് ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ അവിടെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെന്റ് വേർഷൻസ് ആവാം, പക്ഷെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാൻ പാടില്ല. അഥവാ ഇവര് ലിനക്സിലാണെങ്കിൽ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ലിനക്സ് ഇവിടെ പോസിബിൾ ആണ്. അഥവാ ഇപ്പോ ഹോസ്റ്റ് സെർവർ ലിനക്സിലാണെങ്കിൽ ഇത് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ലിനക്സ് കുഴപ്പമില്ല. പക്ഷെ വിൻഡോസ് ആവുമ്പം ഈ OS ലെവൽ വെർച്വലൈസേഷൻ പോസിബിൾ ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിന് OS ലെവൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് വേർഷൻസ് ഓഫ് OS ഇവർ തമ്മിലാണെങ്കിൽ കുഴപ്പമില്ല. ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, വിൻഡോസ് ലിനക്സ് ആണെന്ന് ആലോചിച്ച് നോക്കൂ, അത് പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ആണ് ലിനക്സ്, LCX, ഡോക്കർ. So ഇതാണ് ഡിഫറെന്റ് 4 types of virtualization techniques. Okay, so ഇതാണ് ഡിഫറെന്റ് 4 types of virtualization techniques. നമ്മൾ വെർച്വലൈസേഷൻ ടെക്നിക്സിന്റെ 4 ടൈപ്പ് ആണ് അത് കേട്ടോ.
നമ്മൾ ഇംപ്ലിമെന്റേഷൻ ലെവൽ ഇതിന് മുന്നേ നോക്കിയിട്ടുണ്ട്. ഇത് വെർച്വലൈസേഷൻ ടെക്നിക്സ് ആണ്. ഇനി നമുക്ക് വെർച്വലൈസേഷന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിന്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.